എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതികളുണ്ട്, അത് ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിനക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാളത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ്, ഞാനത് സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണമല്ലോ. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതിയാണ് എന്നെ വിളിച്ചേക്കണം. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് അവർ പറഞ്ഞത്, ചിലപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നത്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രുത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി. പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല. ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അത് സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ബാക്കി ഐ തിങ്ക് ലാസ്റ്റ് ചോദ്യം. ഉണ്ടായിരുന്നു. അവർ പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ PR ചെയ്തതെന്ന് ഇതുവരെ ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെട്ടു എന്ന് ഞാൻ അവകാശപ്പെടുന്നത് ആരെയും കണ്ടിട്ടില്ല. ഒരു ഡയറക്ടറും അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചത്. അതിൻ്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യവും ഗ്രജൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. മാം, ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫൊന്നുമല്ല. ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ചിലപ്പോൾ അവർ പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്.